മനുഷ്യർ നമ്മളെ തൊട്ടാൽ നാം അശുദ്ധരായിത്തീരും. എന്നാൽ ദൈവം നമ്മളെ തൊട്ടാൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറും, നാം വിശുദ്ധരായിത്തീരും. ഈ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 28 വരെയുള്ള ഭാഗത്ത് ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മകളെ ബാധിച്ചിരിക്കുന്ന ഭൂതോപദ്രവം മാറിക്കിട്ടാനായി യേശുവിനോട് വളരെ കണ്ണുനീരോടുകൂടി താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നതും പല തടസ്സങ്ങളും ഒക്കെ യേശു കർത്താവ് അവളോട് പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അവളുടെ വിശ്വാസം കണ്ടിട്ട് അവളുടെ മകൾക്ക് കർത്താവ് നൽകുന്നതായ സൗഖ്യത്തെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയവും നിരന്തരമായി നാം ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങളുമായി സമീപിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. മാത്രമല്ല, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തുമാത്രം ആഴമായി കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു ആവശ്യകതയും അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെയും രേഖപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു പാരഗ്രാഫ് നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് ദൈവം നമുക്ക് നൽകുന്ന ഒത്തിരി ആത്മീക സത്യങ്ങളുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ഈ കനാന്യ സ്ത്രീയെ പോലെ യേശുവിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ യാചിക്കേണ്ടവരാണോ, അതോ നമ്മൾ ദൈവിക വാഗ്ദത്വങ്ങളെ അവകാശമാക്കാനായി വിളിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ജനമാണോ എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത്, ദൈവം നമ്മെ രാജകീയ പുരോഹിത വർഗമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാചകരെ പോലെയാണ് ചെല്ലുന്നത്, യാചകരെ പോലെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. വാസ്തവത്തിൽ നാം പുത്രന്മാരാണോ, മക്കളെങ്കിലും ആണെങ്കിൽ നാം അവകാശികളാണ്. അബ്ബാപിതാവേ എന്ന് വിളിക്കാനുള്ള സ്വപുത്രൻ്റെ ആത്മാവിനെ തന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേദഭാഗം നമ്മുടെ അകക്കണ്ണുകളെ തുറപ്പിക്കാനും വിശ്വാസത്തിൽ നമ്മൾ ഒന്നുകൂടി ബലപ്പെടുവാനും ഒക്കെ മതിയായ ഒരു തിരുവെഴുത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ മത്തായി സുവിശേഷകൻ എഴുതിയതായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ആഴമായി പഠിക്കുമെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആത്മീക ദർശനങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടി ജ്വലിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ വാക്യം, അതായത് ഈ ഒരു പാസേജ് തുടങ്ങുന്നത് 21-ാമത്തെ വാക്യം പറയുന്നത്, യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അല്ലെങ്കിൽ വാങ്ങിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിനെ ഒന്ന് ഷോർട്ട് ചെയ്യുകയാണ്. യേശു അവിടം വിട്ട് വാങ്ങിപ്പോയി. നമ്മളൊരു ചോദ്യം ചോദിക്കണം, യേശു എവിടെ നിന്നാണ് മാറിപ്പോയത്? മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 20 വരെയുള്ള വേദഭാഗത്ത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് മത്തായി ചർച്ച ചെയ്തതിന് ശേഷമാണ് 21-ാമത്തെ വാക്യം മുതൽ 28 വരെയുള്ള ഭാഗത്ത് ഈ സുറഫായിക്കാരി അല്ലെങ്കിൽ ഈ കനാന്യ സ്ത്രീയെക്കുറിച്ചുള്ള ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ 1 മുതൽ 20 വരെയുള്ള ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ യേശുവിൻ്റെ അടുക്കൽ വന്നതായ യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാരായ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് ചോദിക്കുകയാണ്, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായത്തെ ആചരിക്കാത്തത്, അനുഷ്ഠിക്കാത്തത് എന്ത് എന്ന്. അപ്പോൾ യേശു കർത്താവ് അതിന് നൽകുന്നതായ വിശദീകരണവും നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ തക്കവണ്ണം കഴിയും. യേശു അവരോട് പറയുന്നത്, മനുഷ്യൻ്റെ അകത്തേക്ക് ചെല്ലുന്നതല്ല അവനെ അശുദ്ധമാക്കുന്നത്, മറിച്ച് അവൻ്റെ അകത്തുനിന്ന്
പുറത്തേക്ക് വരുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത് എന്നാണ്. ദുഷ്ചിന്തകളും കൊലപാതകവും വ്യഭിചാരവും ആസക്തികളും പലവിധമായ തിന്മകളും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ഹൃദയം, മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തു നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നതെന്ന് അവരുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ കർത്താവ് വിശദീകരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ യേശു കർത്താവ് ആ ഒരു കാര്യം അവരോട് സംസാരിച്ചിട്ട് അവിടം വിട്ട് കർത്താവ് സോർ സീദോൻ എന്ന് പറയുന്നതായിട്ടുള്ള പ്രദേശത്തിലേക്ക് വാങ്ങിപ്പോയി. അപ്പോൾ എന്തുകൊണ്ട് യേശു ആ സ്ഥലത്ത് നിന്ന് അവരെ വിട്ട് മാറിപ്പോയി എന്ന് ചോദിച്ചാൽ അതിന് 2 ആൻസറുകൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, പാരമ്പര്യത്തിൽ മാത്രം മുറുകെ പിടിച്ച് പാരമ്പര്യം അല്ലെങ്കിൽ സമ്പ്രദായങ്ങൾ അനുസരിക്കുന്നതാണ് ആത്മീയതയെന്ന് ചിന്തിച്ച് നടന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടെ ഇടയിൽ ഇരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് കർത്താവ് അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോവുകയാണ്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, എഫേസ്യ ലേഖനത്തിൽ കർത്താവിൻ്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റാലേ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുകയുള്ളൂ എന്നാണ്. അപ്പം കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ ആത്മീക ജീവിതത്തെ ഏതെങ്കിലുമൊക്കെ ചില ബന്ധനങ്ങൾക്കകത്ത് അടച്ചിടുന്ന, പൂട്ടിയിടുന്നതായ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു ദൈവത്തിൻ്റെ പൈതൽ പുറത്തു വരുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ കൃപ ജ്വലിക്കാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് അവരുടെ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത് എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഉള്ളിൽ നിന്ന്, അതായത് ദൈവത്തിൻ്റെ മക്കൾക്ക് യോജിച്ചതല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യനെ അശുദ്ധമാക്കുന്ന വാക്കുകൾ ഉച്ചരിക്കുന്നവരിൽ നിന്നും അത്തരത്തിലുള്ള അശുദ്ധമായ സ്വഭാവങ്ങളും ചിന്തകളും ഉള്ളവരിൽ നിന്നും കർത്താവ് മാറി നിൽക്കാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഞാൻ കാണുന്നതായിട്ടുള്ള മറ്റൊരു പാഠം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, അശുദ്ധമായിട്ടുള്ള ഇടം നമ്മൾ അവിടെ ചെന്നിരുന്നാൽ, അവരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളായിരുന്നാൽ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ മാറി നിൽക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കൃപ കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നതായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് ദൈവകൃപയൊക്കെ അനുഭവിച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ ബോധ്യപ്പെട്ട ചില കാര്യങ്ങളിലൊന്ന്, എൻ്റെ കൂട്ടുകാർ, എൻ്റെ ബന്ധങ്ങൾ പലതും എനിക്ക് യേശുവിനോട് കൂടെ ആയിരിക്കുന്നതിന് തടസ്സമാണെന്ന് ഞാൻ കണ്ടപ്പോൾ വളരെ ബുദ്ധിപൂർവമായി കുറേശ്ശെയായി ആ ബന്ധങ്ങളിൽ നിന്ന് മാറി കർത്താവിനോട് ചേർന്നിരിക്കാനും ആ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അനന്തമായ കൃപ അനുഭവിക്കാനും ഇടയായി തീർന്ന സാഹചര്യങ്ങളെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. യേശു കർത്താവിത ഇത്തരത്തിലുള്ള സ്തോത്രം, സമ്പ്രദായങ്ങൾ അനുഷ്ഠിക്കുന്നവരിൽ നിന്നും അശുദ്ധമായ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ ഉള്ളതായ ആളുകളിൽ നിന്നും കർത്താവ് വേറിട്ട് മറ്റൊരിടത്തേക്ക് മാറിപ്പോവുകയാണ്. എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നഷ്ടമാക്കി കളയുന്നതായ ഏതെങ്കിലും ബന്ധങ്ങളോ ഏതെങ്കിലും കൂട്ടായ്മകളോ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് വളരെ നല്ലതാണ്. പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞു, നീ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ പത്രോസ് എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുന്നതിന് പകരം, യേശുവിൻ്റെ വാക്കിനെ ഓർത്ത് അത് അനുഷ്ഠിക്കുന്നതിന് പകരം ചെന്നിരിക്കാൻ പാടില്ലാത്തടുത്ത് ഇരുന്നതുകൊണ്ട് തന്നെ പറയാൻ പാടില്ലാത്തത് പറയാനും ഒടുവിൽ
യേശു ക്രിസ്തുവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവനെ തള്ളിപ്പറയാനും ഇടയായി തീർന്നു. പല സന്ദർഭങ്ങളിലും നാം നിൽക്കാൻ പാടില്ലാത്തിടത്തും ഇരിക്കാൻ പാടില്ലാത്തിടത്തും ഒക്കെ ചെന്ന് ഇരിക്കുകയും കേൾക്കാൻ പാടില്ലാത്ത പലതും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആ അനുഭവത്തിൽ വളർച്ചയിൽ മുരടിപ്പുകൾ സംഭവിച്ചത്? ചിലരൊക്കെ പിന്മാറ്റത്തിലേക്ക് പോകാനായിട്ട് കാരണമായി തീർന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിൽ നീ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിൻ്റെ പാദപീഠത്തിൽ ചില സമയങ്ങൾ ഇരിക്കുന്നതാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിലെ വാതിൽ ഇരിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 1-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നവരല്ല, പാപികളുടെ വഴിയിൽ നിൽക്കുന്നവരല്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവരുമല്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് ആ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്തോത്രം, യേശു അവിടം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോയതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്ട്രെങ്തൻ ചെയ്യുന്നതായ സാഹചര്യങ്ങളിലേക്ക്, വിശ്വാസത്തിലേക്ക് വളർത്തുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക്, വാക്കുകളിലേക്ക്, കൃപ പെരുകുന്ന അനുഭവങ്ങളിലേക്ക് നമുക്കും മുന്നേറുവാൻ, നമ്മുടെ അവസ്ഥകളെ ക്രിസ്തുവിനെ പോലെ നമുക്ക് വിശ്വാസ ജീവിത അനുഭവത്തിൽ വളരുവാൻ, വേറിട്ടേക്ക് നിൽക്കേണ്ടിടത്ത് വേറിട്ട് നിൽക്കാനും, ചേർത്ത് പിടിക്കേണ്ട ഇടങ്ങളെ ചേർത്ത് പിടിക്കാനും, ആത്മീയമായി പക്വതയിൽ വളരുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് നൽകിയതായ ദൈവീക ആലോചനയ്ക്കായി സ്തോത്രം. ദൈവമേ, അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വർധനവിനും ദൈവമേ പുരോഗതിക്കും അവിടുന്ന് കാരണമാക്കി തീർക്കണമേ. ഈ വചനത്തിലൂടെ ദൈവം ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ തൊടുമ്പോഴാണ് ഞങ്ങൾ ദൈവമേ വിശുദ്ധരായി, നിർമ്മതരായി, ദൈവമേ നിനക്ക് പ്രയോജനമുള്ള മക്കളായി മാറുന്നത്. കർത്താവ് ഞങ്ങളെ വേറിട്ട് നിൽക്കേണ്ടടുത്ത് വേറിട്ട് നിർത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആലോചനയ്ക്കായി സ്തോത്രം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന സകലരെയും അവിടുന്ന് വിടുവിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.